സൽക്കാരങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയിട്ട് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. 2 കിലോ ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ആഴത്തിൽ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. മാരിനേഷന് വേണ്ടിയിട്ട് 2 ക്യാപ്സിക്കം, 1 തക്കാളി, 2 പച്ചമുളക്, മല്ലി, പുതിന എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. 2 മാഗി ക്യൂബ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അരക്കപ്പ് ഓയിലും 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ 200 ഗ്രാം കാഷ്നട്ടിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നേരെ ആ പാത്രം ഗ്യാസിലേക്ക് വെക്കുക. തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ഫ്രൈ രൂപത്തിലായിട്ട് വരുന്ന വരെ ഇതുപോലെ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുക. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ചിക്കനൊക്കെ വെന്ത് വന്ന് ഗ്രേവിയൊക്കെ തിക്കായിട്ട് വരുമ്പോണ്ടല്ലോ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് പേസ്റ്റ് ആക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വന്നിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം ഗ്രേവിയൊക്കെ കണ്ടില്ലേ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മളെ നാട്ടിൽ പുതിയാപ്പിള ചിക്കൻ നാട്ടാ പറയല്. ഇപ്പം പുതിയൊരു പേരും കൂടി കേൾക്കുന്നുണ്ട്, ചിക്കൻ പരദീസ. അപ്പോൾ മെഷർമെന്റ്സ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം.